ഹലോ, ഇപ്പം സമയം 3 മണി. അപ്പം നിങ്ങൾക്ക് തോന്നും ഇവക്കെന്താ ഈ 3 മണിക്ക് 4 മണിക്കൊക്കെ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ? ആരും തന്നിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ലോഗ് കാണാം. ഓക്കെ, അപ്പോൾ എവിടെ പോവാ, എന്തിനു പോവാ, ആരോടെ പോവാ അതായിരിക്കും നാട്ടുകാർക്ക് മെയിൻ. ഓക്കെ, എന്തിനു പോവാ എന്നൊക്കെയുള്ള കാര്യം വഴി വരും, വഴി കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കും പ്ലീസ്. അപ്പോൾ ബാക്കി ശേഷം സ്ക്രീനിൽ ആദ്യം തന്നെ നമുക്ക് വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കാം. കുറച്ച് പെട്രോൾ പുറത്ത് പോയി, അതൊരു വിഷയമല്ല. വണ്ടി അനങ്ങണമെങ്കിൽ എന്ത് വേണം? പെട്രോൾ. അപ്പോൾ അത് ഫുൾ ഒഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ട്രെയിനിലോട്ട് കയറി. ഇനി ആരുടെ കൂടെ പോവാം? അതിനുള്ള ഉത്തരമായി ഇതാ, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ അല്ലാണ്ട് വേറെ ആരുടെ കൂടെ പോകാനാണ്? പറയൂ നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ കയറി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, വണ്ടി എടുത്തു. പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി ഇന്നാ പിടിച്ചു, ഉറങ്ങുക. ഇനി നന്നായി ഉറങ്ങിയിട്ട് അങ്ങോട്ട് എണീക്കാം. അപ്പോൾ ഞങ്ങളിതാ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയിലെത്തി. അങ്ങനെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല ക്ഷീണിച്ചു, കാര്യം വെളുപ്പിനൊക്കെയല്ലേ വന്നത്, അതുകൊണ്ട് നല്ല ഉറക്കവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. നമ്മൾ സാധാരണ ആലപ്പുഴ വന്നിട്ട് ബസ് കയറുന്നത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്, തൊട്ട് പുറകിലാണ് കയറുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇത്രയും ദൂരം വരെ നടന്നാണ് വന്നത്. അതൊരു ട്രാജഡി ആയിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറി കലവൂരെത്തി. അവിടെ നിന്ന് ദോശ, വട, സാമ്പാർ, ചമ്മന്തി. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല സീരിയസ്ലി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ എടുത്ത് നേരെ നമ്മളുടെ ലൊക്കേഷനിലോട്ട് പോകുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് വെയിലടിച്ചു. ആ നടന്ന് വന്നപ്പോഴൊക്കെ ഇപ്പോൾ ഒരു വെയിലുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒത്തിരി നന്നായിട്ട് വെയിലടിച്ച്. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തെത്തിയതാണ് നമ്മുടെ കൃപാസനം. ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾ നേരെ കൃപാസനത്തിലോട്ട് പോയി. ഈ കാണുന്നതാണ് മറ്റേ വെള്ളം ഉണ്ടല്ലോ, ഇവിടെ മറ്റേ എന്താ പറയുക, ഇങ്ങനെ തീരാത്ത വെള്ളം അങ്ങനെയൊക്കെ പറയും, വറ്റാക്കിണ്ടെന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ. ഇന്ന് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കുറവായിരുന്നു. സാധാരണ ഇവിടെ ഒരു സൂചി കുത്താൻ പോലും ഇടണ്ട, അമ്മാതിരി തിരക്കായിരുന്നു. പക്ഷേ ഇത് നമുക്ക് നല്ല തിരക്ക് കുറവായിരുന്നു. നമ്മൾ രാവിലത്തെ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റി. ക്ലാസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പാസ്റ്ററിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലൊക്കെ വരാൻ പറ്റി. എന്നിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഉടമ്പടി എടുത്തവർക്കുള്ള ചുട്ടി, പിന്നീട് ഉപ്പ്, തേന്, അങ്ങനത്തെ കുറേ എണ്ണ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു വിശ്വാസമാണ്, ഇവിടെ നമ്മൾ വന്ന് ഒരു ഉടമ്പടി എടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ എഴുതിയിട്ട് ഒരു നിയോഗം പോലെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ടുള്ള കാര്യമാണ്. ആരെയും ദ്രോഹിക്കപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് അടുത്ത് തരും എന്നാണ് ഇവിടുത്തെ ഒരു സംഭവം വന്നിട്ട്. അപ്പോൾ ഇവിടെ കാണുന്ന നമ്മുടെ നേരെ കാണുന്ന ഈ മാതാവിൻ്റെ വിഗ്രഹമില്ലേ, അവിടെ ശരിക്കും പറഞ്ഞാൽ ഇനിയും അങ്ങോട്ട് കുറച്ച് മോഡിഫൈ ചെയ്യാനുണ്ട്. നമ്മുടെ മാതാവിൻ്റെ നെഞ്ചത്തൊരു ക്ലോക്ക് പോലെ ടൈം വന്നിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് നമ്മൾക്ക് ഇനി ഇതിൽ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ക്ലോക്ക്. അപ്പോൾ ഈ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വരണം. അപ്പം ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, അതിലോട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഗ്രഹം അപ്പുറത്തോട്ട് പോകുമെന്നാണ് പറയാറ്. അങ്ങനത്തെ ഒരു ടോക്കൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഈ അച്ചാച്ചൻ എടുക്കുന്നത് മണ്ണാണ്. ഇതിനെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മാതാവ് ആദ്യം വന്ന് നിന്നെടുത്തുള്ള മാതാവിൻ്റെ കീഴിലുണ്ടായ മണ്ണെന്നാണ് പറയുക. അങ്ങനെ ഞങ്ങൾ ഇത്രയും നമ്മൾ നേരത്തെ എത്തിയല്ലോ, അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇനി ലാഗ് ആവുമെന്ന് കരുതിയിട്ട് ഞാനും അമ്മയും അടുത്തൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നോക്കി. പിന്നീട് നന്നായി ദാഹിച്ചു, നല്ല വെയിലുണ്ട്. നന്നായിട്ട് ദാഹിച്ചപ്പോഴത്തേക്ക് ഞങ്ങളൊരു സോഡാ നാരങ്ങ കുടിക്കാൻ വേണ്ടി പോയി. എൻ്റെ പൊന്നടവേ, കൊള്ളത്തേയില്ല സീരിയസ്ലി, വായിൽ വെക്കാൻ കൊള്ളുന്നത്. എന്നിട്ട് ഞാനെന്നിട്ട് ഒരു നിമിഷങ്ങളോടെ നിന്നില്ല, നേരെ ബസ് കയറി. ടയേർഡായെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടെങ്കിൽ മനുഷ്യൻ ശബ്ദം അങ്ങനെ വേണം പറയാം, അമ്മ അതിൽ ടയേർഡായി. ഞങ്ങൾ നേരെ ബസ് കയറി. അപ്പോൾ ഞങ്ങൾക്കുള്ള ട്രെയിൻ ആക്ച്വലി വന്നിട്ട് 6 മണിക്ക് ശേഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തിനാ വെറുതെ ഇവിടെ ഇരിക്കുന്നതെന്ന് കരുതി ഞങ്ങൾ നേരെ ട്രെയിൻ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബസ് കയറി ഇനി ഇവിടെ നേരെ നമ്മൾ പോകും. അങ്ങനെ ഗായ്സ്, നമ്മളിതാ നട്ടുച്ചയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു.
എങ്ങോട്ട്? റെയിൽവേ സ്റ്റേഷനിലോട്ട്. ശരി എന്നാൽ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്തു, മുടിയെല്ലാം വാരി അങ്ങ് കെട്ടി വെച്ചു. ആ ഫാനിൻ്റെ മൂട്ടിരുന്നപ്പോഴാണ് ശരിക്കും ജീവൻ വീണത്. എന്നിട്ട് നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരാറായി ഗായ്സ്. പക്ഷെ അതെൻ്റെ വെറും ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നീണ്ട കാത്തിരിപ്പായിരുന്നു. ഞങ്ങൾ എക്സ്ട്രാ വേറെ ടിക്കറ്റൊക്കെ എടുത്താൽ കയറിയേ. നീണ്ട കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വന്നു. എന്നിട്ട് കുറേ നേരത്തേക്ക് നമുക്ക് സീറ്റൊന്നും കിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ നമ്മുടെ മൗണ്ടൻ ഡ്യൂ ഓടിച്ചു. പിന്നെ ഈ 2 ചുപ്പാച്ചുപ്പി കഴിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ മറ്റേ കടലയൊക്കെ കൊണ്ടുവരില്ല, കടല കൊണ്ടുവന്നു, കടല കഴിച്ചു. നല്ല വിശന്നിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ ബർഗറൊക്കെ കഴിച്ചു. ഇടയ്ക്ക് ഞങ്ങൾ ഊണ് കഴിക്കാണ്ട് കയറിയിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്തു. പക്ഷെ ഇതിനകത്ത് മഴ കാണാൻ വയ്യ, എപ്പോഴും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയൊക്കെ പെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങി. നന്നായൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാര്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നിനും പറ്റുമ്പോൾ. പിന്നെ രാത്രി ഒരു 6:30 7 മണി അടുപ്പിച്ച് നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. വെയിൽ കൊണ്ട് ഫുൾ ടാനായി. പിന്നെന്താ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.